എജു പാർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സിലെ ഇന്റഗ്രേഷൻ. പല ക്വസ്റ്റ്യൻസ് അതിലുണ്ട്, പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പല രീതിയിൽ നമുക്ക് ചെയ്യാം. അതിലെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ചില ക്വസ്റ്റ്യൻസിന്റെ ഷോർട്ട് കട്ട് മെത്തേഡാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്റഗ്രേഷനിലെ x⁻f(x) dx ഈ ടൈപ്പ് പ്രോബ്ലം ഷോർട്ട് കട്ടിലൂടെ എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. x⁻n ഒരു പോളിനോമിയലാണ്, f(x) ഒരു ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷൻ സൈന്റെ ഫംഗ്ഷൻ ആവാം, കോസിന്റെ ഫംഗ്ഷൻ ആവാം, അതേപോലെ തന്നെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ആവാം. e⁻x അല്ലെങ്കിൽ e⁻t എന്നുള്ള രൂപത്തിലുള്ള ഫംഗ്ഷൻ ഒക്കെ ഇവിടെ വന്നാൽ എങ്ങനെ പെട്ടെന്ന് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്റഗ്രൽ x⁻n sin x dx ഇങ്ങനെ വന്നാൽ ഇതിന്റെയൊക്കെ ഇങ്ങനെയുള്ള പ്രോബ്ലത്തിനൊക്കെ പെട്ടെന്ന് എങ്ങനെ ആൻസർ കാണാമെന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുപയോഗിച്ചുള്ള ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്റഗ്രൽ x² sin 2x dx. നമുക്കറിയാം, ഇവിടെ പറഞ്ഞ പോലെ x² x⁻f(x) dx രൂപം തന്നെയാണ്. ഇവിടെ ഒരു പോളിനോമിയൽ, ഇവിടെ സൈനിന്റെ ഒരു ഫംഗ്ഷൻ ആണ്, dx എന്നുള്ളതിന്റെ ഇന്റഗ്രേഷൻ ആണ്. എങ്ങനെ പെട്ടെന്ന് ചെയ്യാന്നുള്ളത് നോക്കാം. അത് ചെയ്യേണ്ട പണി ഇതിലുള്ള x² അതുപോലെ എങ്ങനെ ഇറക്കിയിട്ടുണ്ട്, x². ശേഷം x²ന്റെ ഡെറിവേറ്റീവ്, x² ഡെറിവേറ്റീവ് നമുക്കറിയാം 2x. അടുത്ത 2xന്റെ ഡെറിവേറ്റീവ്, 2xന്റെ ഡെറിവേറ്റീവ് 2. അടുത്ത 2ന്റെ ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് 0. ഇതിനെങ്ങനെ? ശേഷം ഓരോന്നിനും സൈൻ കൊടുക്കാം. ഇതിന് പ്ലസ് മൈനസ് എന്നുള്ള രീതിയിൽ, അതായത് ഫസ്റ്റ് ഫംഗ്ഷന്റെ കംപ്ലീറ്റ് ഡെറിവേറ്റീവ് എടുത്ത് നമ്മൾ x²ന്റെ ഡെറിവേറ്റീവ് 2x, 2xന്റെ ഡെറിവേറ്റീവ് 2, 2ന്റെ ഡെറിവേറ്റീവ് 0. അടുത്ത ഓരോന്ന് ചിഹ്നം കൊടുത്ത് പ്ലസ് മൈനസ് ആക്കി ചിഹ്നം കൊടുത്തു. അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കുക, sin 2x ആണ് ഉള്ളത് രണ്ടാമത്തെ ഫംഗ്ഷൻ. ഈ sin 2xനെ ഇന്റഗ്രേറ്റ് നോക്കുക. sin 2xനെ ഇന്റഗ്രേഷൻ ചെയ്താൽ നമുക്കറിയാം -cos 2x/2 ആണ് കിട്ടുക എന്നുള്ളത്. അടുത്ത് ഇവിടെയുള്ള ഈ കംപ്ലീറ്റ് ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഇവിടെ എഴുതുക. അതായത് മൈനസ് ഇവിടെ ഉണ്ട്, മൈനസ് നമ്മൾ അതുപോലെ cos 2x/2 ഇന്റഗ്രേറ്റ് ചെയ്താൽ cos 2x/2 അഥവാ sin 2x ഇവിടെ 2 കൂടെ വരുമ്പോ 4, sin 2x/4 എന്ന് വരും. അടുത്ത ഇവിടെ എഴുതേണ്ടത് ഇവിടെയുള്ള ഫംഗ്ഷന്റെ ഇന്റഗ്രൽ, ഇവിടെയുള്ള മൈനസ് അതുപോലെ ഇവിടെ ഇട്ടു. ശേഷം sin 2x, സൈനിന്റെ ഇന്റഗ്രൽ -cos ആണ്, അതുകൊണ്ട് sin 2x/4 എന്ന് പറയുമ്പോൾ -cos 2x/2 × 4 8 എന്നുള്ള രീതിയിൽ വരും. ഇവിടെ 0 ആയതുകൊണ്ട് ഇവിടെയുള്ള ഫംഗ്ഷൻ നമ്മൾ എഴുതുന്നില്ല. ഇത്ര ചെയ്യുന്ന ആൻസർ ആയി. ഇനി അതിനെ അറേഞ്ച് ചെയ്തിട്ട് ഓർഡറിൽ എഴുതാൻ ശ്രമിക്കുകയാണ്. ഇവിടെ മൈനസ് ഉണ്ട്, മൈനസിന് ആദ്യം എഴുതി x²/2 പിന്നെ എഴുതി, പിന്നെ ഇവിടെ ഉള്ളത് cos 2x ആണ്, cos 2xനെ എഴുതി. ഇനി അടുത്ത ടേമിന് എഴുതാം, മൈനസും ഉണ്ട്, പ്ലസ് ആയിരിക്കും. അതേപോലെ 2/4 വെട്ടി കഴിഞ്ഞാൽ 1/2 എന്ന് വരും. ഇനി ഇവിടെ ഉള്ളത് മൈനസ് പ്ലസ് ഇട്ടതും x/2 എന്ന് എഴുതി. പിന്നെ ഇവിടെ ഉള്ളത് sin 2x. അടുത്തത് 2 8, ഇതിനൊന്ന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 1/4 വരും. അതേപോലെ മൈനസ് പ്ലസ് ആണ്, പ്ലസ് cos 2x/4 എന്നുള്ളത് വരും. ഇതാണ് ഇതിന്റെ ഇന്റഗ്രേഷൻ. കൂടാതെ പ്ലസ് c എന്നുള്ളത് കൂടി വരും. ഇതായിരിക്കും ഇതിന്റെ ആൻസർ. ഒന്നും കൂടി നോക്കാം എന്തൊക്കെയാ ചെയ്തത്. ഇന്റഗ്രൽ x² sin 2x dx ആയിരുന്നു നമ്മൾ അടുത്തുണ്ടായിരുന്നത്. x² ഒരു പോളിനോമിയൽ, ഇവിടെയുള്ള ഫംഗ്ഷൻ നമുക്ക് സൈന്റെ ഫംഗ്ഷൻ ആവാം, കോസ് ആവാം, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആവാം. ഇങ്ങനെയാണെങ്കിൽ ഈ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് ഒന്നുകൂടി നോക്കാം. x² ആദ്യത്തെ ഫംഗ്ഷൻ എടുത്തു, അതിന്റെ ഡെറിവേറ്റീവ് കണ്ടു, അതിന്റെ ഡെറിവേറ്റീവ് കണ്ടു എഴുതി. ശേഷം ചിഹ്നം കൊടുത്തു, പ്ലസ് മൈനസ് എന്നുള്ള രീതിയിൽ ചിഹ്നം കൊടുത്തു. അടുത്ത രണ്ടാമത്തെ ഫംഗ്ഷൻ ഇന്റഗ്രേഷൻ ചെയ്തു, കിട്ടിയ ഫംഗ്ഷനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്തു, ഒന്ന് ഓർഡറിലേക്ക്. ഇതായിരിക്കും ഇതിന്റെ ഇന്റഗ്രേഷൻ. അതുപോലെയുള്ള വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റഗ്രൽ x cos 3x dx. ഇതിന് അതുപോലെയുള്ള ഫംഗ്ഷൻ ആണ്, x cos 3x cos ആണ്, dx എന്നുള്ള രീതിയിലാണ്. എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് x എടുത്തു, x എന്നുള്ള ഫംഗ്ഷൻ എഴുതി. നെക്സ്റ്റ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്, 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ് എന്നുള്ള കാര്യമാണ്. അടുത്ത് നമ്മൾ ചിഹ്നം കൊടുക്കുകയാണ്, പ്ലസ് എന്നുള്ള രീതിയിൽ ചിഹ്നം കൊടുത്തു.
അടുത്ത സ്റ്റെപ്പിൽ കോസ് 3x ആണ് നമ്മൾ അടുത്തുള്ളത്. ഇതിന്റെ ഇന്റഗ്രേഷൻ കോസ് 3xന്റെ ഇന്റഗ്രേഷൻ സൈൻ 3x/3 ആണ്. അടുത്ത ഇവിടെയുള്ള ഫംഗ്ഷൻ ഇന്റഗ്രേഷൻ സൈൻ 3x/3യുടെ ഇന്റഗ്രൽ സൈൻ്റെ ഇന്റഗ്രൽ മൈനസ് വരും. സൈൻ 3x/3 എന്ന് പറയുമ്പോൾ കോസ് 3x/3 × 3 9 അത് 0ന്റെ നമ്മൾ നോർമൽ ആയിരിക്കും. അടുത്ത് ഇതിനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതാം. x/3 സൈൻ 3x ഇവിടെയുള്ള മൈനസും ഉണ്ട്, അത് പ്ലസ് ആവും. കോസ് 3x/9 പ്ലസ് ഇതായിരിക്കും ഇതിന്റെ ഇന്റഗ്രൽ. അതുപയോഗിച്ചുള്ള മൂന്നാമതൊരു ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ x⁴ e⁻x dx. x⁻ ഒരു പോളിനോമിയൽ ഉണ്ട്. e⁻x എന്നുള്ളതിൽ മൂന്നാമത്തെ ഫംഗ്ഷൻ ആണ് എക്സ്പോണൻഷ്യൽ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇതേപോലെ ചെയ്യാം. x⁻, അതിന് നമ്മൾ ആദ്യം തന്നെ ഇറക്കി എഴുതി. ശേഷം x⁻ന്റെ ഡെറിവേറ്റീവ് 4x³ വീണ്ടും ഡെറിവേഷൻ ചെയ്യുകയാണെങ്കിൽ 4 × 3 12x². വീണ്ടും ഡെറിവേഷൻ ചെയ്യുകയാണെങ്കിൽ 12 × 2 24x. വീണ്ടും ഡെറിവേഷൻ ചെയ്യുകയാണെങ്കിൽ 24 എന്നത് 24x ന്റെ 24. നെക്സ്റ്റ് അടുത്ത 24ന്റെ ഡെറിവേറ്റീവ് 0 എന്നുള്ളത് വരും. അടുത്ത ചെയ്യേണ്ടത് നമുക്കറിയാം ചിഹ്നം ഇടുക എന്നുള്ളതാണ്. പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിഹ്നം കൊടുത്തു. അടുത്ത് ഓരോന്നിനും ഇന്റഗ്രേഷൻ ചെയ്യാം. ഫസ്റ്റ് e⁻x ന്റെ ഇന്റഗ്രേഷൻ e⁻x തന്നെയാണ്. e⁻x ന്റെ ഇന്റഗ്രേഷൻ മടങ്ങി ചെയ്യുകയാണെങ്കിൽ e⁻x തന്നെയാണ്. കംപ്ലീറ്റ് e⁻x എന്ന് വരും. e⁻x ആൻസർ ആയി അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ e⁻x കോമൺ ആണ്, പുറത്തെടുക്കാം. പിന്നെ ഇവിടെ ഉള്ളത് x⁴ മൈനസ് 4x³ പ്ലസ് 12x² മൈനസ് 24x പ്ലസ് 24. ഇതായിരിക്കും ഇതിന്റെ ഇന്റഗ്രേഷൻ. അപ്പോ ഇത്തരത്തിലുള്ള ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഷോർട്ട് കട്ട് മെത്തേഡ് നിങ്ങൾക്ക് പല കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ബോർഡ് എക്സാമിനും ചില സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റും. ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. പരിശീലിച്ചു കഴിഞ്ഞാൽ എത്രയും സ്പീഡിൽ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. നോക്കൊന്നുകൂടെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ x⁴ sin x dx ന്റെ ഇന്റഗ്രൽ കാണാനാണ് ക്വസ്റ്റ്യൻ. പോളിനോമിയൽ ആണ്, sin x ന്റെ ഫംഗ്ഷൻ ആണ് dx എന്നുള്ള രീതിയിൽ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കറിയാം ആദ്യത്തെ ഫംഗ്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ ഫംഗ്ഷൻ അതുപോലെ എഴുതാം x⁴. അടുത്തതിന്റെ ഡെറിവേറ്റീവ് 4x³. അടുത്തതിന്റെ ഡെറിവേറ്റീവ് 4 × 3 12x². അടുത്തതിന്റെ ഡെറിവേറ്റീവ് 24x. അടുത്തതിന്റെ ഡെറിവേറ്റീവ് 24. അടുത്തതിന്റെ ഡെറിവേറ്റീവ് 0 എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അടുത്ത നമ്മൾ ചിഹ്നം ഇടുക എന്നുള്ളതാണ്. പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് എന്നുള്ള രീതിയിൽ ചിഹ്നം കൊടുത്തു. അടുത്തത് നോക്കാം. sin x ഇതിന്റെ ഇന്റഗ്രൽ ഓരോ ഇന്റഗ്രൽ ചെയ്തു പോകണം. sin x ന്റെ ഇന്റഗ്രൽ മൈനസ് cos x ആണ്. അടുത്ത ഇവിടെ ഉള്ള സാധനത്തിന്റെ ഇന്റഗ്രൽ ആണ് ഇവിടെ എഴുതുന്നത്. മൈനസ് cos x ന്റെ ഇന്റഗ്രൽ മൈനസ് ഇവിടെ ഉണ്ട്. cos x ന്റെ ഇന്റഗ്രൽ sin x എന്ന് വരും. അതേപോലെ ഇവിടെ ഉള്ളതിന്റെ ഇന്റഗ്രൽ ഇവിടെ എഴുതാം. മൈനസ് sin x മൈനസ് ഇവിടെ ഉണ്ട്. sin x ന്റെ ഇന്റഗ്രൽ മൈനസ് cos x ആണ്. അതെ അടുത്ത് മൈനസ് മൈനസ് cos x എന്നുള്ളത് വെറും cos x ആണ്. cos x ന്റെ ഇന്റഗ്രൽ sin x എന്ന് വരും. ഇവിടെ sin x ന്റെ ഇന്റഗ്രൽ ഇവിടെ മൈനസ് cos x എന്ന് വരും. അപ്പുറത്ത് 0ന്റെ ടേം ആണ് നമ്മൾ എഴുതുന്നില്ല. ഇനി ഇതിനെ നമ്മൾ ഉഷാറാക്കി എഴുതുകയാണെങ്കിൽ നേരത്തെ പോലെ അറേഞ്ച് ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ x⁴ മൈനസ് cos x മൈനസ് മൈനസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. അതേപോലെ മൈനസും ഉണ്ട്. ഇത് പ്ലസ് ആവും. ബാക്കി വരുന്നത് 4x³ sin x. അടുത്തത് ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആണ്. ഇവിടെ പ്ലസ് ആണ്. കംപ്ലീറ്റ് പ്ലസ് വരും. 12x² ഇവിടെ cos x. അതേപോലെ ഇവിടെ മൈനസ് 24x sin x. ഇവിടെ ഉള്ള മൈനസ് ഇവിടെ മൈനസ് വരും. 24 cos x. അപ്പുറത്ത് 0 ആണ്. നമ്മൾ ഇന്റഗ്രൽ ചെയ്യുമ്പോൾ പ്ലസ് സി കൂടെ ആഡ് ചെയ്ത് കൊടുത്ത ആൻസർ. ഇതായിരിക്കും ഇതിന്റെ ഇന്റഗ്രൽ. ഇന്റഗ്രേഷനിലെ സിമ്പിൾ ട്രിക്സ് ആണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതുപോലുള്ള കൂടുതൽ ട്രിക്കുകളുമായി ഞങ്ങൾ വീണ്ടും വരും. അതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക,
തുടർന്നുള്ള വീഡിയോകൾക്കായി അടുത്തുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. താങ്ക് യു.